നമ്മളെല്ലാവരും തന്നെ ഭഗവാനെ ആശ്രയിക്കുന്നത് ജീവിതത്തിലെ പല ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടാനാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം ചെയ്യാനും. കാരണമെന്ന് പറയുന്നത് ജീവിത ക്ലേശങ്ങൾ എന്ന് പറയുന്നത് അകന്നു നിന്നെങ്കിൽ മാത്രമേ ആത്മീയമായിട്ടൊരു മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ ഉടനീളം പ്രശ്നങ്ങളാണെങ്കിൽ സദാസമയവും ഭഗവാന്റെ നാമത്തിൽ തന്നെ കഴിഞ്ഞുകൂടിയാലും ജീവിത പ്രതിസന്ധികൾ കൊണ്ട് നമ്മൾക്ക് ഭഗവാനിൽ നിന്ന് ശ്രദ്ധയകലും. അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളെ നേരിട്ട് അതിൽ നിന്ന് വിജയം വരിച്ചതിനു ശേഷം മാത്രമേ, അതിനെ എതിർത്ത് ജയിച്ചതിനു ശേഷം മാത്രമേ നമ്മൾക്ക് പൂർണ്ണമായും ആത്മീയതയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അത് എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 99% മനുഷ്യരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ ഏത് രീതിയിൽ ആശ്രയിച്ചാൽ, ഭഗവാന് ഏത് രീതിയിൽ പൂജ ചെയ്താൽ, ഭഗവാനിൽ ഏത് രീതിയിൽ അടുത്താൽ നമ്മൾക്ക് ഈ പ്രതിസന്ധികളിൽ നിന്നും മോചനമുണ്ടാകുമെന്ന് എല്ലാവരുടെ മനസ്സിലുമുള്ള ഒരു ചോദ്യമാണ്. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു പുണ്യമായിട്ടുള്ള കാര്യം, സത്യം പറയുകയാണ്, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന അത്രയ്ക്കും പുണ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്. പണ്ടൊക്കെ മുത്തശ്ശി ചൊല്ലു പറയും, പാലം കടക്കുന്നത് വരെ നാരായണ, അതിനുശേഷം അങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഭഗവാനെ ആരാധിച്ച് ഈ സൗഭാഗ്യങ്ങളെല്ലാം തരുന്ന ഭഗവാനെ എല്ലാ സുഖത്തിലും നമ്മൾ സ്മരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം ഫലം നമ്മൾക്ക് ലഭിക്കാൻ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ സാധിക്കും. അത്രത്തോളം ഫലം നമ്മളിലേക്ക് എത്തും. പ്രത്യേകിച്ച് ജീവിതത്തിലെ പലതരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ഏതെങ്കിലും രീതിയിൽ ജീവിതം വഴി മുട്ടി നിൽക്കുകയാണ്, ജീവിതത്തിൽ പരാജയം അടുത്തെത്തിയിരിക്കുന്നു എന്ന് തോന്നിയാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട, കൃഷ്ണഭക്തരാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട, ഭഗവാനെ വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസമുള്ള ഏതൊരാൾക്കും പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യം, ഇതുവരെ കൃഷ്ണ ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ, ഭഗവാന്റെ ചില മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി ലഭിക്കുമെന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാവർക്കും ഫലിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. പക്ഷേ ഈ ശ്ലോകം ഒരു മന്ത്രം എന്നുള്ള രീതിയിൽ നമ്മൾ ജപിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത്രത്തോളം ഫലമാണ്. ഈ ശ്ലോകത്തെക്കുറിച്ച് 8 മാസം മുൻപ് കൃഷ്ണ ഭഗവാനെക്കുറിച്ച് ഒരു മന്ത്രത്തെക്കുറിച്ച് ഇട്ടിരുന്ന വീഡിയോയിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ്. ഇതാദ്യം അദ്ദേഹം അറിയുന്നത് ശ്രീ പ്രേമാനന്ദ് ജി മഹാരാജ് എന്ന് പറയുന്ന ഒരു പുണ്യാത്മാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ആ മഹാത്മാവ് പറഞ്ഞാണ് ഇദ്ദേഹം അറിയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനൊരു സംശയം തോന്നി. അതായത് ഇദ്ദേഹം എന്നോട് കമന്റിൽ ഇങ്ങനെയാണ് ചോദിച്ചത്, പ്രേമാനന്ദ് ജി മഹാരാജ് ഈ ഒരു കാര്യം പറഞ്ഞു, അനേകമായിരം പേർക്ക് ഇതിൽ നിന്ന് ഫലം ലഭിക്കുന്നുണ്ടെന്നും കേട്ടു. പക്ഷേ ഇത് എവിടെ നിന്നാണ് വന്നത്? ഇത് പ്രേമാനന്ദ് ജി മഹാരാജ് തന്നെ നിർമ്മിച്ചെടുത്തൊരു കാര്യമാണോ? അതുകൊണ്ട് എനിക്കിത് ജപിക്കാൻ തോന്നുന്നില്ല, ഇതിൻ്റെ ഒരു പ്രാമാണികത അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് എടുത്തൊരു ശ്ലോകമാണ്. ഇങ്ങനെ പല ശ്ലോകങ്ങളും നമ്മൾ ഒരു മന്ത്രത്തിൽ നിന്നോ സ്തോത്രത്തിൽ നിന്നോ, പ്രത്യേകിച്ച് സ്തോത്രത്തിൽ നിന്നും ഇതുപോലുള്ള ശ്ലോകങ്ങളിൽ നിന്നും നമ്മൾ എടുത്ത് ജപിച്ച് ജീവിതത്തിൽ വളരെയധികം ഫലം കണ്ടെത്താറുണ്ട്. അതിലൊരു കാര്യമാണ്, നമ്മളിപ്പോൾ നരസിംഹ കവചത്തിൽ ഒരു ശ്ലോകം എടുത്ത് നല്ല രീതിയിൽ അതിനെ കേന്ദ്രീകരിച്ച് ജപിച്ചു കഴിഞ്ഞാൽ വളരെ ഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്കന്ദഷഷ്ടി കവചത്തിലുണ്ട് ഇതുപോലുള്ളൊരു ശ്ലോകം. ആ ശ്ലോകം നമ്മൾ ഏറ്റെടുത്ത് ജപിച്ചു കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കും. അത് ഒട്ടുമിക്ക ആളുകളും അത് ഉപയോഗിക്കാറുമുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല, ഗുരു ഉപദേശത്തിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല. അതുപോലെ ശ്രീമദ് ഭാഗവതത്തിലെ ഒരു പുണ്യമായ കാര്യമാണ്. അതുപോലെ ശ്രീ പ്രേമാനന്ദ് ജി മഹാരാജ് അങ്ങനെ വെറുതെ ഒരു കാര്യവും പറയില്ല. അത്രത്തോളം വലിയ ശാസ്ത്രജ്ഞാനമുള്ള പുണ്യാത്മാവാണ്. ഇനി അദ്ദേഹം തന്നെ ഒരു മന്ത്രം നമ്മൾക്ക് നിർമ്മിച്ചെടുത്ത് തന്നാലും, നാമം തന്നാലും അത് സ്വീകരിക്കാം. കാരണം അദ്ദേഹം അത്രയും ഉന്നതമായ തലത്തിൽ നിൽക്കുന്ന ഒരു പുണ്യാത്മാവാണ്. നമ്മൾക്കങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കുന്ന അധികം ഗുരുക്കന്മാരൊന്നും ഈ സമീപകാലത്തില്ല. അതിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഒരു ഗുരു എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ പ്രേമാനന്ദ് ജി മഹാരാജാണ്, ഒരു സംശയവുമില്ല. നമ്മളുടെ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ചിദാനന്ദപുരി സ്വാമിയാണ്. ചിദാനന്ദപുരി സ്വാമിയും പ്രേമാനന്ദ് ജി മഹാരാജും നമ്മൾക്ക് അവരെന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കാം. അത്രയും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന 2 ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ള കാര്യം, പ്രേമാനന്ദ് ജി മഹാരാജ് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ല, വെറുതെ പറയില്ല. അപ്പോൾ പ്രേമാനന്ദ് ജി മഹാരാജ് പറഞ്ഞ് ഈ സുഹൃത്തിനോട് ചോദിച്ച അത്രയും പുണ്യമായിട്ടുള്ള, ഉറപ്പായും ഫലം ലഭിക്കുന്ന ആ കാര്യം ശ്രീമദ് ഭാഗവതത്തിലെ 10ാം അധ്യായത്തിലെ 73ാം സ്കന്ധത്തിലെ 16ാം ശ്ലോകമാണെന്ന് ഞാൻ പറയുന്നു. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ തന്നെ ഭാഗവതം തുറന്നു വെച്ച് നോക്കാവുന്നതാണ്. 10ാം അധ്യായം 73ാം സ്കന്ധം 16ാം ശ്ലോകം എന്താണെന്നറിയാമോ? കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇതിന് അർത്ഥവും കൂടി മനസ്സിലാക്കുമ്പോഴാണ് പൂർണ്ണത കൈവരുന്നത്. കൃഷ്ണ,
വസുദേവപുത്രനായ കൃഷ്ണായ വാസുദേവായ, ഹരയേ പരമാത്മനെ, ഹരി ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിലകൊള്ളുന്ന, ഏറ്റവും മഹത്തായി നിലകൊള്ളുന്ന പരമാത്മാവേ, പരബ്രഹ്മമേ, പ്രണത പ്രണമിക്കുന്നവരുടെ, ക്ലേശനാശായ ക്ലേശങ്ങളെ നശിപ്പിക്കുന്ന, ഗോവിന്ദ നിന്നെ നമിക്കുന്നു, നിന്നെ ഞാൻ ശിരസാൽ നമിക്കുന്നു. ഒന്നുകൂടി പറയുന്നു, കൃഷ്ണ, വസുദേവ പുത്രനായ കൃഷ്ണ, ഹരി പരമാത്മാവേ, പരബ്രഹ്മമേ, പ്രണത നിന്നിൽ ശരണാഗതി പ്രാപിക്കുന്നവരെ, നിന്നെ പ്രണമിക്കുന്നവരെ, നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരെ, നിന്നിൽ പൂർണ്ണമായും ആത്മനിവേദനം നടത്തുന്നവരെ, അവരുടെ ക്ലേശം നശിപ്പിക്കുന്ന ഗോവിന്ദ, നിന്നെ ഞാൻ നമിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രണവം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള ബീജാക്ഷരങ്ങളും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ശ്ലോകം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഓം എന്ന് ചേർത്തല്ല തുടങ്ങുന്നത്. പ്രത്യേകം പറയുന്നു, തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇവിടെ നമ്മൾ പ്രണവം ഉപയോഗിച്ചിട്ടേയില്ല, ഒരു തരത്തിലുള്ള ബീജാക്ഷരങ്ങളുമില്ല. ഇതൊരു ശ്ലോകമാണ്. ഇതിനെ ഒരു നാമമന്ത്രം പോലെ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, ഭഗവാന്റെ കീർത്തി നമ്മളിലേക്ക് എത്തിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഇത് നമ്മൾ നിത്യം ജപിക്കുകയാണെങ്കിൽ, ഒരു വ്യാഴാഴ്ച ദിവസം മുതൽ 108 തവണ വെച്ച് നമ്മൾ ജപിച്ചു പോകുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിലുള്ള ഫലം ഉണ്ടാകും. ഒരു ജപമാല വെച്ചോ കൗണ്ടർ വെച്ചോ ഒക്കെ ജപിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് ഒരു തരത്തിലുള്ള നിയമങ്ങളും പറഞ്ഞിട്ടില്ല. ഇന്ന ദിവസം തുടങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത്ര ഒരുവേ ജപിക്കാൻ പാടുള്ളൂ, ഇത്ര ഒരു തന്നെ ജപിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും നമ്മളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി വ്യാഴാഴ്ച ദിവസം ഭഗവാന്റെ ആയതുകൊണ്ടും 108 ഒരു സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഒരു എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഉത്തമമായിട്ടുള്ള ഒരു സംഖ്യ ആയതുകൊണ്ടുമാണ് നമ്മൾ ഇത് പറഞ്ഞത്. അല്ലാതെ 11 തവണ ജപിക്കാം, അല്ലെങ്കിൽ 21 തവണ ജപിക്കാം, ഇഷ്ടമുള്ളത്രയും ജപിക്കാം. 108 മാക്സിമം നമ്മൾ ജപിക്കുക. പറ്റുമെങ്കിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ 108 ജപിക്കുക. എപ്പോഴൊക്കെ പ്രതിസന്ധി വന്നാലും ഒരു തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരു തരത്തിലുള്ള നിയമങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. അതുതന്നെയാണ് പ്രേമാനന്ദജി മഹാരാജും പറഞ്ഞത്. ഇതിനൊരു തരത്തിലുള്ള നിയമവുമില്ല, എവിടെ വെച്ച് വേണമെങ്കിലും ജപിക്കാവുന്ന കാര്യമാണ്. എന്തിനേറെ പറയുന്നു, ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഒരു പുണ്യമാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജപിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഓർക്കാൻ സാധിക്കുന്ന ഒരു ശ്ലോകമാണ് ഏത് കഷ്ടതയിൽ നിന്നും. അതാണ് ആ നാമത്തിൽ അല്ലെങ്കിൽ ആ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. പ്രണമിക്കുന്നവരുടെ എല്ലാ ക്ലേശവും അകറ്റി അവരിലേക്ക് നന്മ തരുന്ന ഭഗവാനെ, കൃഷ്ണ പരമാത്മനെ, എൻ്റെ എല്ലാ ക്ലേശവും ഭഗവാൻ മാറ്റിത്തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ കൃഷ്ണനെ ഭജിക്കുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. കാര്യം, നമ്മൾക്ക് പല കാര്യത്തിലും ഗുരു ഉപദേശം വേണ്ടി വരും, പല കാര്യത്തിനും പല നിയമങ്ങൾ നോക്കേണ്ടി വരും. ഏത് ജപിക്കും, ഏത് ജപിക്കാതിരിക്കും, അങ്ങനെ ശക്തമായ ശ്ലോകങ്ങൾ ഏതാണുള്ളത്? അങ്ങനെ 2-3 ശ്ലോകങ്ങൾ നമ്മൾക്ക് എപ്പോഴും പറയാൻ സാധിക്കും. അത് ജപിച്ചു കഴിയുമ്പോൾ പലതരത്തിലുള്ള ഫലപ്രാപ്തിയും ഉണ്ടാകാറുണ്ട്. അപ്രകാരം കൃഷ്ണഭക്തരാണെങ്കിൽ ഭാഗവതത്തിൽ നിന്നും നമ്മൾക്ക് ഏറ്റവും പുണ്യമായി ലഭിച്ചിട്ടുള്ള ഈ ശ്ലോകം നമ്മൾ മനനം ചെയ്യുമ്പോൾ, ഈ ശ്ലോകത്തെ നമ്മൾ മന്ത്രമായി സ്വീകരിച്ച് ജപിക്കുമ്പോൾ അത്രയധികം ഫലസിദ്ധി നമ്മൾക്ക് ലഭിക്കുന്ന ഒരു തരത്തിലുള്ള നിയമങ്ങളും നോക്കേണ്ടത്. നിയമങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞാലും നിയമങ്ങളോടെ ചെയ്യുമ്പോഴാണ്. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതാണ് എപ്പോഴും കൃഷ്ണഭക്തർക്ക് ഏറ്റവും നല്ല കാര്യം. അത് മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഫലം ലഭിക്കും. ഓരോ ഭഗവാനും അല്ലെങ്കിൽ ഭഗവതിക്കും ഈശ്വരനും ഈശ്വരിക്കുമൊക്കെ പലതരത്തിലുള്ള ആഹാരക്രമങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഭക്തിയിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉപാസനയിലാണ് ഇത് അത്രത്തോളം പാലിക്കേണ്ടത്. ഭക്തിയിൽ അത്രയും പാലിക്കേണ്ട എങ്കിലും പാലിക്കേണ്ടത് നമ്മളുടെ ഒരു മര്യാദയല്ലേ. അപ്പോൾ ഏതൊക്കെ രീതിയിലാണെങ്കിലും ഭക്തിയാദരവോടുകൂടി ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾക്ക് ജപിക്കാൻ സാധിക്കുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യം പ്രേമാനന്ദജി മഹാരാജാണ് ഇത് ഇത്രത്തോളം പോപ്പുലർ ആക്കിയത്, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രചാരത്തിലേക്ക് എത്തിച്ചത്. പിന്നെ അദ്ദേഹം വെറുതെ പറയുന്നതല്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ശ്രീമദ് ഭാഗവതത്തിലെ 10-ാം അധ്യായം 73-ാം സ്കന്ധം 16-ാം ശ്ലോകം എടുത്ത് ഇപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കൂ. വെറുതെ അങ്ങനെ ഒരിക്കലും പ്രേമാനന്ദജി മഹാരാജ് പറയില്ല. അത്രത്തോളം ശാസ്ത്രജ്ഞാനമുള്ള ഗുരുവാണ്. നമ്മൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ കഴിയില്ല. കാര്യം, അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഹിന്ദിയാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ. അതുകൊണ്ട് ആ ഭാഷയിലാണ് അദ്ദേഹം കൂടുതലും പ്രഭാഷണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അത്രത്തോളം പരിചിതമായിരിക്കില്ല. എങ്കിലും മഹാപുരുഷൻ തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. ഈ ശ്ലോകം, ഈ നാമം, ഈ മന്ത്രം എല്ലാവരുടെയും ജീവിതം മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അഹോബിലം അഹോബിലം.